പോര് മുറുകുന്നുണ്ട്, പോര് കടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഇതിപ്പോൾ പറഞ്ഞതുപോലെ 3 മാസമായിരിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതൃ പദവി എന്നുള്ളത് ഒരു ആലങ്കാരിക പദവിയാണ്. ആ പദവി ഒരു ഒരു ഭരണഘടനാ പദവിയൊന്നുമല്ല. അപ്പോൾ എന്തിനാണ് അതിന് ബലം പിടിക്കുന്നത് എന്ന് CPM ചോദിക്കുമ്പോൾ ആ പദവി ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇനി ഒരു തിരുത്തൽ ആവശ്യമുണ്ട് എന്നാണ് CP അതിന് പറയുന്നത്. തിരുത്തൽ എത്രത്തോളം നടപ്പാക്കുന്നു? ഇത്രയും വലിയൊരു പരാജയത്തിൽ നിന്നും എന്ത് പാഠം ഉൾക്കൊണ്ടു എന്നുള്ള ചോദ്യം CPIക്കും CPMനും പാർട്ടിക്കകത്തു നിന്ന് നേരിടേണ്ടി വരുന്നുണ്ട്. CPIയിലെ യോഗങ്ങളിൽ CPI നേതാക്കൾക്കെതിരെ വന്ന വിമർശനത്തിൽ, പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തിനെതിരെ, CPI സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ വിമർശനം ഒരാൾ തന്നെ ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനിക്കുന്ന സാഹചര്യം, അത് അംഗീകരിച്ചു പോയതാണ് CPIക്ക് പറ്റിയ വീഴ്ച എന്നുള്ളതാണ്. അപ്പോൾ ആ ചോദ്യം നേരിട്ട് കൊള്ളുന്നത് ബിനോയ് വിശ്വത്തിനാണ്. അപ്പോൾ ബിനോയ് വിശ്വത്തിന് തിരുത്തേണ്ട നടപടികളിലേക്ക് ബിനോയ് വിശ്വം കിടക്കുന്നത് ഞങ്ങൾക്ക് കൂടി ഒരു സേ ഉള്ള സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കേൾക്കുന്ന ഒരു ശബ്ദമായി CPI വരേണ്ടതുണ്ട്. അത് സഭയിൽ അങ്ങനെ ഒരു ശബ്ദം CPIയുടേതായി ഉയർന്നു കേൾക്കണം എന്നുള്ള രൂപത്തിലാണ് ഈ ഉപനേതൃ പദവി പറയുന്നതിൽ ഒരു കീഴ്വഴക്കമില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് ബിനോയ് വിശ്വം പറഞ്ഞ കീഴ്വഴക്കങ്ങൾ ലംഘിക്കേണ്ടതാണ്, ചില മോശം കീഴ്വഴക്കങ്ങൾ അവസാനിപ്പിക്കേണ്ടതാണെന്നാണ്. ആ കീഴ്വഴക്കത്തിൽ ഏറ്റവും പ്രധാനമായി അവർ കാണുന്നത് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ ഏകാധിപത്യം എന്നതാണ്. അതാണ് CPI അങ്ങനെ കാണുന്നത്. ഇത് കൃത്യമായിട്ട് അറിയുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ അത്രയും ഇനിയൊരു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ലായത്. അതായത് നമുക്കറിയാവുന്ന പോലെ TP രാമകൃഷ്ണനായാലും MV ഗോവിന്ദനായാലും അത് ചർച്ച ചെയ്യുമെന്ന് മാറ്റിവെച്ചിരുന്ന കാര്യം ഇനിയൊരു ചർച്ചയില്ല, അവിടേക്ക് വരാൻ പോകുന്നത് CPM പ്രതിനിധി തന്നെയാകും എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ചയ്ക്ക് അവിടെ അവസാനം കൽപ്പിച്ചിരിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തന്നെയാണ് ലക്ഷ്യമിടുന്നതെന്ന് കൃത്യമായി പിണറായി വിജയൻ അറിയാം. ആ ലക്ഷ്യമിടൽ CPIയിൽ നിന്ന് മാത്രം വരുന്നതല്ല എന്നുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ എനിക്കറിയാൻ പറ്റിയ ഒരു കാര്യം, നിങ്ങൾ ഈ പോര് തുടരണം എന്ന് CPIയോട് CPMനകത്തു നിന്ന് തന്നെ, തലപ്പത്തു നിന്ന് തന്നെ ആവശ്യം ഉയർന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ ആവശ്യവുമായി നിങ്ങൾ അതിൽ കൃത്യമായി നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരാവശ്യം CPMൽ തന്നെ ചില നേതാക്കൾ CPIയോട് ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ട് പാർട്ടിക്കകത്തും വന്നിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രകമ്പനങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇനിയിപ്പോൾ ഇത് CPM ഈ അടുത്ത മാസം ഒരു പ്ലീനത്തിൻ്റെ സ്വഭാവത്തിലുള്ള സംസ്ഥാന കമ്മിറ്റി ചേരാതിരിക്കുകയാണല്ലോ. അത് യഥാർത്ഥത്തിൽ നേതൃപദവിയിലെ മാറ്റമടക്കമുള്ള വലിയ ചർച്ചകളിലേക്കൊക്കെ കടക്കുന്ന രൂപത്തിലുള്ളതാണ്. അപ്പോൾ അതുവരെ ഈ ഒരു വിഷയം അവിടെ നിലനിർത്തുക, ഈ ഒരു പ്രശ്നം അവിടെ നിലനിർത്തുക എന്ന ഒരു ആഗ്രഹം CPMനകത്ത് തന്നെ പ്രധാനപ്പെട്ട പല നേതാക്കൾക്കുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. CPI പലപ്പോഴും തിരുത്തൽ ശക്തിയായിട്ടുണ്ട്. നിർണായകമായ പല ഘട്ടങ്ങളിൽ മൗനം അവലംബിച്ചിട്ടുമുണ്ട്. നമുക്കറിയാവുന്ന പോലെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, ഇപ്പോൾ വെള്ളിയത്തിൻ്റെ കാര്യത്ത്, പൊന്നാനി സീറ്റിൻ്റെ കാര്യത്തിൽ, രാജ്യസഭാ സീറ്റ് തർക്കത്തിലൊക്കെ ശക്തമായ പ്രതികരണം വെളിയം വാർത്താ സമ്മേളനത്തിൽ വിളിച്ചു നടത്തിയിരുന്നു. അവസാനം CPIയുടെ നിലപാടിനൊപ്പം വരികയും ചെയ്തു. നമുക്കറിയാവുന്ന പോലെ അന്ന് ചന്ദ്രൻപിള്ളയെ മത്സരിപ്പിക്കാനുള്ള ആലോചന ഉണ്ടായതിൽ പിന്നാക്കം പോകേണ്ടി വന്നു. അപ്പോൾ അതുപോലെ പിന്നീടും പല കാര്യങ്ങളിലും തിരുത്തലും ഉണ്ടായിട്ടുണ്ട്. പിന്നീടുള്ള CPI സെക്രട്ടറി വരുമ്പോഴും പല കാര്യങ്ങൾ, നമ്മുടെ ഈ പറഞ്ഞ വെടിവെപ്പുണ്ടായ സമയത്ത് അല്ലെ, മാവോയിസ്റ്റുകളെ വെടിവെപ്പ് നടത്തിയ സമയത്തൊക്കെ ആ സമയത്ത് ശക്തമായ പ്രതികരണം CPIയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ PM ശ്രീയാണ് ഏറ്റവും ഒടുവിൽ ഒരു തിരുത്തൽ ശക്തി എന്ന രൂപത്തിൽ നമുക്ക് ഛത്തീസ്ഗഡിൽ നടന്നിട്ടുള്ള മാവോയിസ്റ്റുകൾക്ക് നേരെയുള്ള ആക്രമണത്തെയും ആദ്യം ശക്തമായി എതിർക്കുന്ന CPI ആണ്. അത് അതേ രൂപത്തിലാണ് കാനം അങ്ങനെ ശക്തമായി പ്രതികരിച്ച കാനം പിന്നീട് പല ഘട്ടങ്ങളിലും നിശബ്ദനാവുന്നു നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ തുടർച്ചയായ ഒരു നിശബ്ദത നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം PM ശ്രീ വിഷയത്തിലാണ് അങ്ങനെ ശക്തമായ ഒരു പ്രതികരണം നടത്തിയത്. അപ്പോൾ അത് ഞങ്ങളൊരു തിരുത്തൽ ശക്തിയായി ഉയർന്നു വരേണ്ടതുണ്ട് എന്ന ഒരു തോന്നൽ CPI നേതാക്കൾക്ക് വരുന്നത് എങ്ങനെയാണ്? ആ പാർട്ടിക്കകത്തു നിന്ന് തന്നെയുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ്. ആ സമ്മർദ്ദം അത് ശക്തമാണ്. അവിടെയാണ് ഇന്നിപ്പോൾ D രാജ കൂടി പറഞ്ഞിരിക്കുന്നത്, ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ, അതായത് CPM തയ്യാറാകണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്, പിണറായി വിജയൻ തയ്യാറാകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കൃത്യമായും പിണറായി വിജയൻ എന്ന ഒറ്റ നേതാവിൻ്റെ ഒരു ശാഠ്യം എന്ന രൂപത്തിലാണ് CPI അത് അവതരിപ്പിക്കുന്നത്. അതിന് CPMലെ പല നേതാക്കളും കണ്ണടച്ച് അനുവാദം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പല തരത്തിലും ഇക്വേഷൻസ് മാറാൻ തന്നെ സാധ്യതയുള്ള രൂപത്തിലേക്ക് അത് വളരുന്നുണ്ട് എന്നുള്ളതാണ്. സഭയിൽ നേരത്തെ പിണറായി വിജയനോട് സംസാരിക്കുന്നില്ലേ എന്ന് KN ബാലഗോപാൽ പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതിൻ്റെയൊക്കെ ഒരു തുടർച്ച CPMനകത്ത് ഇപ്പോഴും ചർച്ചകളായി തുടരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അതല്ല, ഇപ്പോൾ ഈ സോളാർ സമരം അത് ചില രൂപത്തിൽ പറഞ്ഞു കേൾക്കുന്നത്, ഈ സോളാർ സമരം അതിശക്തമായ ഒരൊറ്റ ആവശ്യത്തിലായിരുന്നല്ലോ സോളാർ സമരം, ഉമ്മൻചാണ്ടി രാജിവെക്കുക. അപ്പോൾ അങ്ങനെ ഒരു സമരം പെട്ടെന്നൊരു നിമിഷത്തിൽ അത് പെട്ടെന്ന് അവസാനിക്കുന്നു. അത് പ്രധാനപ്പെട്ട CPMലെയും CPIയിലെയും നേതാക്കളൊക്കെ അവിടെ സമരരംഗത്തുള്ളപ്പോൾ AK സെൻറ്ററിൽ നിന്ന് പെട്ടെന്നൊരു തീരുമാനം വരികയാണ് സമരം അവസാനിപ്പിക്കുക. അതിൻ്റെ കാരണമൊക്കെ പിന്നീട് രസകരമായി വന്നു. ആൾക്കും ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അത്രയും വലിയ രൂപത്തിൽ അതൊരു അവതരിപ്പിച്ച് എങ്ങനെയാണത്
പരിഹാസ്യമായി അവസാനിപ്പിക്കപ്പെട്ട നമുക്കറിയാം. ആ രൂപത്തിലേക്ക് സമരം മാറുമോ എന്നൊരു ചോദ്യമുണ്ട്. CPയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നീക്കങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ വഴി CPയുടെ ചരിത്രം CPM പരിഹാസത്തോടുകൂടി ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ കോൺഗ്രസുമായി സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആയിക്കോട്ടെ, അത് CPI ഇപ്പോൾ പറയുന്നു. അച്യുതമേനോൻ ഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന സെമിനാറുകൾ, ആ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നതിൽ കൂടി കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ കോൺഗ്രസുമായി സഹകരിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്ത് അച്യുതമേനോനോട് CPM എടുത്ത നിലപാട് അതുകൂടി ഓർമ്മിപ്പിക്കുക. ചരിത്രം ഓർമ്മിപ്പിക്കുമ്പോൾ ഈ കോൺഗ്രസ് അങ്ങനെ തൊട്ടുകൂടാത്തവരാണ് എന്ന് കരുതുന്നില്ല. അങ്ങനെ കരുതുന്ന BJP ആണ് എന്നുകൂടി ഒന്നുകൂടി ശക്തമായി പറഞ്ഞു വയ്ക്കാൻ കൂടിയാണ് CPI തയ്യാറാകുന്നത്. ബിനോയ് വിശ്വം ഇപ്പോൾ ഈ പിണറായി വിജയന്റെ മകൾക്കെതിരെ നടക്കുന്ന ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം ഇതിൽ ഏറ്റവും നിർണായകമാണെന്ന് കരുതുകയാണ്. അദ്ദേഹം പറയുന്നത് ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ് നടത്തുന്നവരാണ് പ്രതികരിക്കേണ്ടത്. അതിൽ മുന്നണിക്ക് കാര്യമില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ആത്യന്തികമായി നോക്കൂ, ഇപ്പോൾ 100 ദിവസമാകുകയാണ് സംസ്ഥാന സർക്കാർ. 100 ദിവസം പൂർത്തിയാക്കുമ്പോൾ അതൊരു ആഘോഷമായി സർക്കാർ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായൊരു പ്രതിപക്ഷം ചെയ്യേണ്ടത് സർക്കാരിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരമുഖത്തേക്ക് നീങ്ങുകയാണ്. സമരമുഖത്തേക്ക് CPI CPM അല്ലെങ്കിൽ മുന്നണി എന്ന രൂപത്തിൽ എങ്ങനെ പോകാൻ പറ്റുന്നു? അങ്ങനെ ഒരു ആലോചനയുണ്ടോ? അങ്ങനെ ഒരു ചർച്ച നടത്താനുള്ള പരിപാടികളിലേക്ക് പോകുന്നുണ്ടോ? ഇപ്പോൾ സഭയിൽ ബ്ലോക്ക് ആയിരിക്കണമോ? മുന്നണി യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കണമോ? ഈ രൂപത്തിലേക്കൊക്കെ ചർച്ച അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷം എന്ന രൂപത്തിൽ കൂടി ഈ മുന്നണി ഒന്നുകൂടി ദുർബലമാകുന്നത്, അതായത് ഇപ്പോൾ അംഗബലത്തിൽ ദുർബലമാണ്, വിഷയം ഉന്നയിക്കുന്നതിൽ കൂടി മുന്നണി ദുർബലമാകുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പോകുന്നത്. അത് ഒരു തരത്തിലും ആശ്വാസ്യമായ കാര്യമല്ല. CPI ഇതിലെടുക്കുന്ന നിലപാട് അവരുടേതാണ് ധാർമ്മികമായ നിലപാടെന്ന് പറയുകയാണെങ്കിൽ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന പ്രതികരണം അത് ഒരു മോശം പ്രതികരണമാണ്. അതായത് ഇനി ചർച്ചയ്ക്ക് ഒരു സാധ്യതയില്ലാത്ത രീതിയിൽ അകത്ത് പരിഹരിക്കേണ്ട വിഷയം, ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രതിപക്ഷ ഉപനേതാവ് ആവശ്യം ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചപ്പോൾ വേണമെങ്കിൽ ഒരു ചർച്ചയൊക്കെ നടത്തി അവർക്ക് കൂടി ഒരു റോൾ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൽ അങ്ങനെ ഒരു സ്ഥാനമില്ലാതെ തന്നെ അവർ പരിഹരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കയ്യിൽ നിന്ന് പോയി വേറൊരു അവസ്ഥയിലേക്ക്. ഇനിയിപ്പോൾ വിട്ടുവീഴ്ച വരുത്തുകയാണെങ്കിൽ അത് CPക്ക് ക്ഷീണമാകും. അപ്പോൾ എന്തിനാണ് വിട്ടുവീഴ്ച വരുന്നത്? ഞങ്ങളിത് വലിയ രൂപത്തിൽ അവതരിപ്പിച്ച കാര്യത്തിൽ ഇതാ പിന്നാക്കം പോകേണ്ടി വന്നു എന്ന് എങ്ങനെയാണ് പാർട്ടി അണികളോട് പറയുക എന്ന ചോദ്യം പിണറായി വിജയനെ സംബന്ധിച്ചും, പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞ കാര്യത്തിൽ ഇനി എങ്ങനെയാണ് MV ഗോവിന്ദനും TP രാമകൃഷ്ണനും മറ്റൊരു നിലപാടെടുക്കുക എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. അപ്പോൾ ആത്യന്തികമായി 2 പാർട്ടികൾക്കും പറഞ്ഞതിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് യഥാർത്ഥത്തിൽ സഹായിക്കുന്നത് ഇവിടുത്തെ ഭരണമുന്നണിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തുടരേണ്ടതുണ്ടോ, അത് നല്ല രൂപത്തിൽ അവസാനിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ഇരു കൂട്ടരും ചിന്തിക്കേണ്ടതാണ്. ഇതിൽ CPMൽ ഇനി വരാനിരിക്കുന്ന ചില മാറ്റങ്ങളുടെ തുടക്കമായിട്ട് കൂടിയാണ് ഞാനിതിനെ കാണുന്നത്. Meet the editors.